അത് പറഞ്ഞാൽ പ്രേമിക്കുകയായിരുന്നു നാം ഓരോരോ ജന്മങ്ങളിൽ പ്രേമിക്കുകയായി ഓരോരോ ജന്മങ്ങളിൽ. നാളെ രാവിലെ പാട്ടൊക്കെ വെറുതെ നമ്മോട് തോന്നി അങ്ങനെ പാടി. ഇപ്പൊ തന്നെ സ്കൂളിൽ പോകാൻ വൈകിയേ. ഞാൻ ഇന്ന് സ്കൂളിലാണ് പോണേ എന്നിട്ട് പറഞ്ഞു. പിന്നെ പിന്നെ എങ്ങോട്ടാ പോണേ? ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞ ഓർമ്മയില്ലേ? അത് ഓർമ്മയുണ്ട്. കിടക്കുന്ന വേണ്ടി പറഞ്ഞല്ലേ? സോറി. എന്നെ കാണാൻ നല്ല സുന്ദരിയാണെന്ന്. അത് അന്നേരത്തെ മൂഡിൽ വെറുതെ ഒന്ന് പറഞ്ഞെന്നുള്ളേ. എടീ നമ്മുടെ സുഖമല്ലാതെ കിടക്കണല്ലേ ഇളയപ്പൻ അന്തോണി. ഓ കല്യാണം കഴിക്കാൻ മറന്നുപോയ ഇളയപ്പൻ. കല്യാണം കഴിക്കാൻ മറന്നുപോയതൊന്നുമല്ല, സിനിമ നടന്നാവണമെന്നായിരുന്നു പുള്ളിയുടെ ഭയങ്കര ആഗ്രഹം. അങ്ങനെ നടന്ന് പുള്ളി സിനിമാ നടനും ആയില്ല, കല്യാണവും കഴിച്ചില്ല. എന്തെങ്കിലുമൊക്കെ രോഗം വന്ന് കിടന്നു കഴിഞ്ഞാണ്ടല്ലോ നോക്കാൻ സമയത്തിന് ആളും കാണൂല, പേരും കാണൂല. എന്നാണോ പറഞ്ഞത്? ഈ കല്യാണം കഴിക്കുന്നത് സമയത്തിന് കല്യാണം കഴിക്കും. പിന്നെ ഇച്ചായന്റെ വർത്താനം കേട്ടതൊന്നും ഞാൻ നേരത്തെ കാലത്തും കേട്ടാത്ത പോലെ. അതല്ല, ഇത്തിരി നേരത്തെ ആയിപ്പോയോന്ന് എനിക്കൊരു സംശയം. ഓ പിന്നെ അതിട്ട് തരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നില്ലേ നീ? ആരാ കാരണക്കാരൻ? അതിന് കാരണക്കാരൻ ആരാ? ഒക്കത്തിനും കാരണം ഒരു ടോമി എന്ന് പറയുന്ന ആളാ. ട്യൂഷൻ പഠിപ്പിക്കാനെന്നും പറഞ്ഞു വന്നിട്ട് വന്ന് മതി. അയ്യോ അത് കേട്ടിട്ട് എനിക്ക് വയ്യ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഒരു 19 രൂപ കല്യാണം കഴിക്കണ കുഴപ്പമൊന്നുമില്ല. എന്തോ 19 രൂപയിടയ്ക്ക് കല്യാണം കഴിക്കണ കുഴപ്പമൊന്നുമില്ല. പിന്നെ ടോമി സാർ എന്താ 27ാമത്തെ വയസ്സിൽ കെട്ടിയത്? അന്നത്തെ നേരത്തെ കെട്ടിയേ? അത് പിന്നെ എന്റെ അവിടെ നിന്ന് പറഞ്ഞാ മതി. എന്റെ ഇങ്ങോട്ട് വരണ്ടേ പറഞ്ഞിട്ട് അങ്ങനെ പോയ എങ്ങനെയാ? റൊമാൻസ് ആയി വരുമ്പോഴേക്കും പോവല്ലേ? പറ നേരത്തെ പറയാൻ വന്ന കാര്യം. നേരത്തെ അന്തോണി ഇളയപ്പൻ്റെ അടുത്ത് പോകണം, അയാളെ പൈസ ഒന്നുമില്ല, കുറച്ച് പൈസ കൊടുക്കണോ? അതല്ല, 27ാമത്തെ വയസ്സില് എന്നെ കെട്ടാൻ എന്താ കാരണം? എന്നെ കെട്ടാൻ ഓ ഇങ്ങനെ നോക്കല്ലേ ഇച്ചായോ, നോക്കുമ്പോ എനിക്ക് എന്തോ പോലെ. പറ എന്ത് പറയേ? ഇച്ചാൻ എന്താ ഈ ചെറുപ്രായത്തിലെ കല്യാണം കഴിച്ച? ചെറിയ പ്രായം 27 വയസ്സ്. പിന്നെ സാധാരണ എല്ലാവരും 10-30 വയസ്സൊക്കെ ആകുമ്പോഴല്ലേ കെട്ടണ ആണുങ്ങള്. ഇച്ചാൻ 27ാമത്തെ വയസ്സിലേ കെട്ടിയില്ലേ? പറ നോക്കാവേ കഷ്ടമുണ്ടേ കാര്യം പറ. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. 24.5 വയസ്സൊക്കെ ആയപ്പോൾ എനിക്ക് ജോലി കിട്ടിയപ്പോൾ വിചാരിച്ചിനിപ്പോൾ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ പോറ്റാനുള്ള സാമ്പത്തിക സ്ഥിതിയൊക്കെ ആയി, അങ്ങനെ കിട്ടി. അത് മാത്രമേ ഉള്ളൂ? അതല്ല, 27ാമത്തെ വയസ്സിൽ പെണ്ണ് കെട്ടി കഴിഞ്ഞാൽ ആ പ്രായത്തിൽ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ റിട്ടയർ ആവുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടി ഒരു നല്ല നിലയിൽ എത്തിക്കാം, അങ്ങനെ ചെയ്യാം. അവിടെ ഇത്തിരി നേരത്തെ കിട്ടി. അത്രേ ഉള്ളൂ? പിന്നെ പോ. അതാണ് പെട്ടെന്ന് എൻ്റെ മുഖം ഭയങ്കര ഗൗരവമായത്. സത്യം പറഞ്ഞാൽ ഞാൻ 27ാമത്തെ വയസ്സിൽ പെണ്ണ് കെട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ എത്രയും വെച്ച് എൻ്റെ കൂടെ കൂട്ടണമെന്നുള്ള എൻ്റെ ഭയങ്കരമായ ആഗ്രഹമായത് കൊണ്ടാണ് ഞാൻ 27ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചത്. ഇങ്ങനെ എൻ്റെ വായിൽ നിന്ന് കേൾക്കണം, അതല്ലേ നീ ഉദ്ദേശിച്ചത്? എന്നെ ബോധ്യപ്പെടുത്താൻ ആരും ഒന്നും പറയണ്ട. തുടങ്ങിയല്ല എടീ, ഞാൻ നിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ ചിരിച്ച മുഖത്തോടുകൂടി ഇരിക്കില്ല, വലിച്ചേറ്റി വെച്ചോണ്ട് നിൽക്കരുത്. ഓ നല്ല കാര്യം. കല്യാണത്തിനൊന്നുമല്ലല്ലോ പോണത്, ചാവാൻ കിടക്കുന്ന ഇളയപ്പനെ കാണാനല്ലേ? ചാവാൻ കിടക്കണം? അയാൾ പനി പിടിച്ച് ആശുപത്രി കിടക്കാണ്. അല്ല, ചാവാൻ കിടക്കണല്ല. മറ്റന്നാ ചാവാനുള്ള ആളുള്ള നീ ഇന്നേ കൊല്ലിക്കും. നിന്റെ വർത്താനം അങ്ങനെയാണ്. ഞാൻ പോട്ടാ. പോണ്ടെന്ന് പറഞ്ഞാൽ പോണ്ടിരിക്കില്ലല്ലോ. അങ്ങനെ പൊക്കോ. ഇപ്പൊ നിനക്ക് എന്താണ് വേണ്ടത്? ഞാൻ 27ാമത്തെ വയസ്സിൽ പെണ്ണ് കെട്ടി എന്തിനാണ് നിനക്കറിയണം, അല്ലേ? എൻ്റെ അല്ലതേ വേറെ ആരും കണ്ണ് വയ്ക്കുന്നതിന് മുമ്പേ എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ 27ാമത്തെ വയസ്സിൽ പെണ്ണ് കെട്ടിയത്. മതിയാ? ഇപ്പൊ തന്നെ പോണോ? പിന്നെ പോവാതെ
ഒന്നുമില്ല. അളിയോ അളിയോ വെള്ളം തായ്ക്കണേ. നീ നിന്ന് ഡാൻസ് കളിക്കാതെ കാര്യം പറയടാ. വെള്ളം തായ്ക്കണത് മാറില്ല. എന്തത്? രണ്ടിന്റെ പുറത്തുള്ള തെങ്ങും നിറത്തിൽ വെള്ളം ഒഴിച്ചു കണക്ക് നോക്കിയാണ് കടന്ന് കുടിക്കണേ. ഒരാൾ വെള്ളം കുടിക്കാൻ വേണേ ചാൻ ഇങ്ങനെ പറയണേ. നീ ഇങ്ങനെ കിതക്കണേന്തിനെ? ഓടി വന്നത് ആ ഓടി വന്നത് എന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത്. സമാധാനപ്പെടേ. പറയാളിയാ എന്താണ്? നിങ്ങൾ ചുമ്മാ കിടപ്പൊന്ന് മാറിട്ട് പറയുമല്ല. കാര്യം എന്താന്ന് പറഞ്ഞേ? നീ ഇങ്ങനെ ആങ്ങി കാണിക്കുന്ന കാര്യം എന്താന്ന് പറയാളിയാ. ചുമ്മാ കളിയാ. ഈ വെള്ളം കുടിക്കാൻ വേണ്ടിട്ടാണ് നീ ഓടി ഈ സ്പീഡിൽ ഇങ്ങോട്ട് കയറി വന്ന? പട്ടി ഓടിച്ചാ? ഇല്ല പട്ടിയൊന്നും ഓടിച്ചില്ല. ഞാൻ ചുമ്മാ ഓടി വന്നാളിയാ. ചുമ്മാ അങ്ങനെ എന്തിനാണ് ഒരാൾ ഓടി? അതെന്തിനാണ് ചുമ്മാ ഓടി പറഞ്ഞ? എനിക്ക് മനസ്സിലാവണില്ല. മയത്തില്ല ഒരു കാര്യമല്ലണ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഒരു കാര്യമില്ലാതെ എന്തിനാണ് പറഞ്ഞത്? ഓടിയ ഉണങ്ങുന്നു, ശരീരം ഉണങ്ങും, നല്ല ഹത്യ ആയിരിക്കുന്നു, അതുകൊണ്ട് ഓടിയത്. അയ്യോ, അതിന് വേണ്ടി ഓടിയതാണോ? നീ ഉച്ചയിൽ ഇങ്ങനെ വെയിലടിച്ചിരിക്കുന്ന ഈ സമയത്താണ് നീ ശരീരം ഉണങ്ങാൻ വേണ്ടി ഓടുന്നത്? ഉച്ചക്ക് ഓടിയാ ശരീരം ഉണങ്ങൂലേ? ഉണങ്ങൂലേ? ഞാൻ ഒരു കാര്യം ചോദിക്കുമ്പോ നീ എന്തിനാ ദേഷ്യപ്പെടാ? നീ ഉരുണ്ട് കളിക്കുന്നതിന്? അത് ഞാൻ ഓടി വന്ന ഒരു ഇതുകൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ്. എങ്ങനെ? അല്ലെങ്കിൽ ഒന്നുമില്ല, ചളിയാക്കി ഒന്നുമില്ല. ഞാൻ ചുമ്മാ ഓടി വന്നത്, വെള്ളം കുടിക്കാൻ വേണ്ടി വന്നത്. ഇനി വെള്ളം വേണോ? ഞാൻ എടുത്തിട്ട് വരാനേ. ആരോ പുറത്തു വന്നു. പോവാതെ പിന്നെ അത് വാളിയെ പോയാലും ഞാൻ ഉണ്ടാന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലാന്ന് പറയണം. ഞാൻ ഇന്നലെ വന്നിട്ടില്ല, മെനഞ്ഞാന്ന് വന്നിട്ടില്ല, ഇന്നും വരില്ല, ഇനി ഒരിക്കലും വരികയില്ല എന്ന് പറയണേ. ഞാൻ അവിടെ ഇല്ലാന്ന് പറയാം. എന്താണ് പ്രശ്നം? അളിയൻ പോയി പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇല്ലാന്ന് പറഞ്ഞ. അപ്പൊ ഞാൻ അവിടെ ചെന്ന പാടെ അവരോട് പറയാം നീ ഇവിടെ ഇല്ല. അങ്ങനെ പറയാതളിയാ. അളിയ തമാശ പറയാതെ. ഞാൻ വന്നിട്ടില്ല, ഞാൻ ഇല്ല ഇവിടെ, ഞാൻ വന്നിട്ടേ ഇല്ല എന്ന് പറയാം. ഞാൻ വന്നിട്ടില്ല. ഞാനാ നോക്കട്ടെ. എനിക്ക് പരിചയമില്ലാത്തവരെ കാണാൻ എനിക്ക് ഇഷ്ടമില്ല. പരിചയമില്ലാത്തവരെ കാണുന്നത്. ഇന്ന് ഇന്ത്യയുടെ ക്രിക്കറ്റ് മാച്ച് ഉണ്ടോ? ക്രിക്കറ്റ് മാച്ച് ഇന്ത്യയിലുണ്ടോ? എനിക്കറിയാൻ പാടില്ല. ഉണ്ടെങ്കിൽ കോഹ്ലി സെഞ്ചുറി അടിക്കും. അതാരാ? അതിന്റെ കുഞ്ഞമ്മേരെ മോൻ. ഞാനറിയാതെ ഏത് കുഞ്ഞമ്മേരെ മോൻ? നമുക്ക് ഭഗവാനെ, ഇതിന്റെ കൂടെ ഒക്കെ പറയണേ. ചാത്രി കുഞ്ഞമ്മേ. അതാ ഇൻസ്റ്റാൾമെന്റ് ആണ്, മറ്റേ കിടക്കയും ബെഡ്. ഒറ്റ ക്വാളിറ്റി സാധനമാണ് വാങ്ങിച്ചു. അവർക്ക് ഭയങ്കര പറ്റി പിന്നെ ഇവിടെ ഉള്ള കട്ടിൽ കിടക്കാണില്ല, പുതിയത് വാങ്ങിക്കാൻ അറിയാം. ഇന്നലെ ഉണ്ടല്ലോ ക്രിക്കറ്റ്, ഇന്നലെ സൂപ്പർ ഇന്ത്യയിലെ കളി. ഒപ്പു കോഹ്ലി അടിച്ച് പറഞ്ഞില്ല, സെഞ്ചുറി അടിച്ചു. കാണണോ അറിയാ? അവിടെ നിന്ന് അടിച്ച് അങ്ങ് പോയതാണ്ട് രോമൊക്കെ കഴിച്ചു എന്നറിയാ. ഭയങ്കര ക്രിക്കറ്റ് ഭ്രാന്തനാണ്. ആ ക്രിക്കറ്റ് അങ്ങ് മാറ്റിയാ മതി. കറക്റ്റാ. അല്ല, ഒരു ജോലിയും കൂലി ഇല്ലാതെ നടക്കില്ല. അപ്പൊ എന്തെങ്കിലും ഭ്രാന്ത് വേണ്ടേ അവര്? സംസ്ഥാനം ദേഷ്യം വന്നേട്ടാ. ഒരു സ്പിരിറ്റ് ഒക്കെ വേണം. സ്പോർട്സ് തെറ്റിയാലും സ്പിരിറ്റ് കൃത്യമായിട്ടോ എന്ത് മിണ്ടായിരിക്കേ? എന്താ സംഭവം? എന്ത് സംഭവം? ഒരു സംഭവമില്ല. പിന്നെ ഈ വാണം വിട്ട പോലെ നീ കയറി ഇങ്ങോട്ട് വരാൻ എന്താ സംഭവം? ഒരു സംഭവമില്ല. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനു കുത്തി എന്താ പ്രശ്നമുണ്ട്? പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. എന്താണ് പ്രശ്നം? പറഞ്ഞില്ലേ, പിന്നെ വീണ്ടും കുത്തി ഓരോ ചോദിക്കണം എന്തിനാ? ഈ നോട്ടം കാണുവാണെങ്കിൽ നോട്ടം കാണുമ്പോ ഒരു പ്രശ്നമില്ല ഞാൻ പറഞ്ഞില്ലേ. എന്തോന്ന് മനുഷ്യനാണ് ഇത്? ഇതുപോലെ സ്ഥലത്തിന് ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. പ്രശ്നമൊന്നും ഇല്ലല്ലേ? അയ്യോ, ഒരു പ്രശ്നവും ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു പ്രശ്നവും ഇല്ല. എനിക്ക് കഴിക്കാൻ തരില്ല. എനിക്ക് പേടിച്ച വിശക്കൊന്നും അറിഞ്ഞൂടി. എന്തിനാ പേടിച്ച? അല്ല ഇടിയാ, ഞാൻ പേടിച്ചില്ല. എനിക്ക് പേടിയില്ല. എനിക്ക് വിശക്കൊന്നും വല്ലതും താ. എനിക്ക് ദൈവമേ, എനിക്ക് വിശക്കണേ. എനിക്ക് വല്ലതും താ. നീ പോ 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 പോ.
എന്നാലും എന്തായിരിക്കും വിപ്രാളപ്പെട്ട് ഓടിക്കയറി ഇവിടെ വന്ന്? എന്തെങ്കിലും കാര്യം കാണാതിരിക്കില്ല. ലതേ ലതേ, അതെന്താണെന്ന് അറിഞ്ഞൂടാതെ സമാനത്തിന് പോകാനും പറ്റില്ല. ഇവിടെ നിൽക്കുവാണോ? കാണാൻ പോണില്ലേ? പോണം. എടി അവൻ എന്തിനാണ് ഇങ്ങനെ കയറി വന്നത്? അവൻ എന്ത് വിപ്രാളപ്പെട്ട് ഓടിക്കയറി വന്ന്? ഒന്നുമില്ല, സ്വപ്നയുടെ പറഞ്ഞില്ലേ, പിന്നെന്താ കുഴപ്പം? ഒന്നും ഇല്ലാതെയൊന്നുമില്ല, എന്തോ കാര്യമുണ്ട്. ഓ പിന്നെ അല്ല, അവന്റെ മോൻ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ കാര്യമുണ്ട്. നമ്മൾ ചോദിച്ചപ്പോ പിന്നെ അങ്ങനെ അല്ലാതെ പിന്നെ ആരെയാണ് മറുപടി പറയണേ? എടി നമ്മൾ ചോദിച്ചാൽ നീ അല്ലാതെ വേറെ എന്താണ് മറുപടി? ഒരാളിങ്ങനെ കയറി വന്നു എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ ഇല്ല ഒരു കുഴപ്പമില്ല എന്നല്ലേ മറുപടി പറയുള്ളൂ. ഓ പിന്നെ ചുമ്മാ എന്റെ ഒരു തോന്നൽ അവന്റെ പുറകെ പോലീസാണ്. അതൊക്കെ പറയടി, അവിടെ ആളുകൾ കേൾക്കും. അവന്റെ കയ്യിൽ ഇല്ലാത്ത ഉടായ്പകളൊന്നും ഇല്ലല്ലോ. നോട്ടറേട്ടായ പിന്നെ വീരുതല മൂലി എന്തൊക്കെ വെള്ളിമൂങ്ങ എന്തേലും ഉടായ്പ കാണിക്കാണ്. പിന്നെ ഉടായ്പ ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചോ പറഞ്ഞു ഇതിന്റെ പുറകെ നടന്ന് ചെരുപ്പ് തേഞ്ഞതല്ലാതെ ഒരു ഉപയോഗമില്ല, ഇതൊക്കെ നിർത്തിയെന്ന്. അതൊക്കെ അവൻ പറയും. പക്ഷെ എന്നെ സംശയം എന്തോ ഉണ്ടടി. ഉണ്ട്. എന്താണ് സംശയം ഇല്ലാത്ത? അല്ലെങ്കിൽ ഈ സമയത്ത് ഇവിടെ ബഹളം ഉണ്ടാക്കി ഇതിനകത്ത് കയറി വന്ന് ഇത്രയും വെപ്രാളം കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്തോ കാര്യം ഉണ്ടടി. നിങ്ങൾ ചുമ്മാ ഒന്നും നിങ്ങൾക്ക് എന്താണ് ചായ? നിനക്കത് പറഞ്ഞിട്ട് മനസ്സിലാക്കി സൂചി അറിയാം. പൊത്തൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ ഈ ഓടി അവന്റെ വീട്ടിൽ പോത്തത് അപ്പൊ അവന് പേടിയുണ്ട്. അവൻ അന്വേഷിച്ച് അവന്റെ വീട്ടിൽ ചെല്ലുമെന്ന്. അതുകൊണ്ടാണ് അവൻ ഓടി കയറി ഇനി വന്നത്. മനസ്സിലായ? എടീ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം അമ്മായിനെ ആരെങ്കിലും വിളി. അമ്മായിനെ ആരെങ്കിലും ഒന്ന് വിളി. അവിടെ ആരെങ്കിലും അന്വേഷിച്ചെന്നാന്ന് ചോദിക്കും. എന്തൊരു കഷ്ടമാണ് ചായത്. എന്ത് അമ്മാവിയും ഞാൻ അഥവാ ആരെങ്കിലും അന്വേഷിച്ച് അവിടെ ചെന്നില്ല, നമ്മൾ എന്തിനാ അവരെ വിളിച്ചറിയിച്ച് അവരെയും കൂടി ടെൻഷൻ അടിപ്പിക്കണത്? അങ്ങനൊന്നുമില്ല. ഒന്ന് മിണ്ടാണ്ടിരിക്കുക. നിങ്ങൾ ആരെങ്കിലും പോകാൻ നോക്ക്. എന്നാലും വിളിച്ചു വായിക്കാൻ അവിടെ അവനെ അന്വേഷിച്ച് ആരെങ്കിലും അവിടെ അന്വേഷിച്ച് ചെല്ലാണ്. എന്നാലും പിന്നെ എന്തായിരിക്കും ഇത്രയും വെപ്രാളം കാണിച്ചു? ഇനി സംഭവം അത് തന്നെ, അതല്ലെങ്കിൽ ഇതായിരിക്കും എന്തെങ്കിലും തല്ലി കേസ്, അടിപിടി കേസ്. പിന്നെ ആരെങ്കിലും ആയിട്ട് തല്ലി കൂടിയിട്ടുണ്ട്. നിങ്ങൾ എന്തോ എനിക്ക് അറിയാൻ മേല ഞാൻ ചോദിക്കുവാന്നേ. പിന്നെ അവൻ ഇത്ര വെപ്രാളം തന്നിട്ട് കാര്യം തന്നെ. തല്ലുവാടിയും അങ്ങനെ തല്ലുവാടിയൊന്നും കൂടുന്ന ആളൊന്നും അല്ല. ചില പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഇഷ്ടപ്പെടാതെ വന്നാല് അവരോട് തിരിച്ചു വർത്താനം പറയും. പിന്നെ അതിന്റെ പേരിൽ ഓടി ഇങ്ങോട്ടല്ലേ വന്ന് കയറുന്നത്. ആദ്യം ഞാൻ പറഞ്ഞു, അവൻ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല, മറ്റവൻ തിരിച്ചു പറഞ്ഞു. അങ്ങോട്ട് ഇതിന് വാക്ക് നടക്കായി അടിയായി പിടിയായി. ഇവനാണെങ്കിൽ പീപ്പന്തിയെ പോലെ തിന്നോണ്ട് ചള്ള തടിയായിട്ട് അങ്ങനെ നിൽക്കുകയല്ലേ. ആ കൈയെടുത്ത് അവന്റെ പുറത്തിട്ട് കൊടുത്താണ് അവൻ മിക്കവാറും അവൻ ചത്തും കാണും. അയ്യോ നിങ്ങൾ ഇമ്മാതിരി വർത്താനൊന്നും പറയല്ലേ. നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെയൊക്കെ പറയാൻ അറിയത്തുള്ളൂ. നിങ്ങൾക്ക് എടുത്ത് അപ്പം അവലക്ഷണം കേട്ട കാര്യങ്ങൾ പറയത്തുള്ളൂ. പുളിയെ നിൽക്കുന്ന സമയത്താണെങ്കിൽ അത് വലിക്കും. പുളിയെ നിൽക്കല്ല, പുളിയെ കോമഡി. അയ്യാ എന്തോ ഉണ്ടടി. ഉണ്ട്, അല്ലാതെ ഒന്നും വരൂല. എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും വല്ല പള്ളി പെരുന്നാളോ അമ്പലത്തിൽ ഉത്സവോ പൂരം എന്തെങ്കിലും നടക്കണമെന്ന് പോയി അന്വേഷിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വപ്നയുടെ അവിടെ പോയിരിക്കും. അത് ഉറപ്പാണ്. അത് കറക്റ്റാണ്. ചെല്ലപ്പുറത്തൊരു കോല വിഴുന്ന് കഴിഞ്ഞാൽ കുളിക്കുന്ന ഡ്രസ്സിൽ തന്നെ അപ്പോഴും ഓടി പോണാനാവേ. അല്ലാതെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, 10-12 ദിവസം അവിടെ തന്നെ പാങ്കടയും. അയ്യേ അതിന് ഇത് മേളത്തിനോട് ഭ്രാന്ത് കൂടിപ്പോയി. അതിനിപ്പോ എന്താ കുഴപ്പം? മേളത്തിന് ഭ്രാന്ത് കൂടിയതല്ലേ? അല്ല, മേളത്തിന് ഇപ്പൊ ഞാൻ പറയട്ടെ, മേളത്തിന് ഇപ്പൊ ഒട്ടുമ്പോ ആർക്കെങ്കിലും താളം തെറ്റിയാ അപ്പൊ സ്വപ്നേട്ടന്റെ താളം തെറ്റും. അത് മേളത്തിനോടുള്ള ഭ്രാന്ത് കൊണ്ട് എന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവണം. അത് എന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അങ്ങനെ കയ്യാങ്കളി ആയി പിന്നെ കാണുമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്റെ അല്ലാതെ ഈ കാര്യം അറിയാതെ ഞാൻ പോകൂല. ഇവിടെ നിനക്ക് പറ്റില്ല, ഞാൻ കൊണ്ട് പോയി ചോദിച്ചോ. നിങ്ങൾ ചോദിക്കണ്ട, നിങ്ങൾ അടങ്ങി നിൽക്കും. നിങ്ങളിപ്പോ കുറച്ചുകൂടെ പ്രശ്നങ്ങൾ ഉണ്ടാവേ ഉള്ളൂ. ഞാൻ സമാധാനത്തോട് ചോദിച്ച മയത്ത് ചോദിച്ചിട്ട് ഞാൻ പറയാം. എന്നെ പോയി ചോദിച്ചിട്ടോ. ചോദിക്കുമ്പോ സൂക്ഷിച്ച് വേണം ചോദിക്കാൻ. ഒന്നാമത് അവൻ ഭ്രാന്ത് പിടിച്ച് പേടിച്ച് വിറച്ച് ഇവിടെ നിന്ന് വാണം വിട്ടതുപോലെ പോയി അവിടെ ചെന്ന് ഇരിപ്പുണ്ട്. അവന് കീഴും കിഴക്കില്ലാത്ത ഒരുത്തനാണ്. എന്ത് ചെയ്യും എന്ത് പിന്നെ പറയണമെന്നും അറിഞ്ഞൂടാ. പിന്നെ അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ചോദിക്കാം. ഒരു മയത്തിലേ ചോദിക്കാവൂ. ഞാൻ മയത്തിൽ ചോദിച്ചോളാം, ക്ലാസ് എടുക്കണ്ട. എനിക്ക് അവനെ നന്നായിട്ട് അറിയാന്നുള്ളതുകൊണ്ടാണ് ഞാൻ വെളിയിൽ വെച്ചിട്ട് ഇങ്ങനെ കുത്തി ചോദിക്കാത്തത്. അപ്പൊ അപ്പോഴെന്തെങ്കിലും കാണിക്കും, എന്താണ് കാണിക്കണമെന്ന് അവനെ തന്നെ അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് മാറ്റി കുറ്റപ്പെടുത്തിയത്. സമാധാനപ്പെടും. ഈ കുഞ്ഞി പെണ്ണോട് ചോദിച്ചാല് തത്ത പറയണ പോലെ പറയും. തത്തേ കുയില മനുഷ്യൻ മനസ്സിലാവുന്ന ഭാഷയിൽ പറയാൻ പറ. എന്നാലും അവൻ ഇങ്ങോട്ടെടുത്തോണ്ട് കയറണ എന്തിനാണ് ഞാൻ ആലോചിക്കുന്നത്. ചൂടായിക്കോട്ടെ. എന്തോന്നടി വിശന്ന് വരുമ്പോ തോന്നു വരുമ്പോ കഴിക്കാനും ഇല്ല സമയത്ത്. ഞാൻ അറിഞ്ഞപ്പോ ഓടിക്കറി ഇങ്ങനെ വരുമെന്ന്.
ഏയ് ഓടിയെന്നൊന്നും പറയല്ലേ. ആ അതെനിക്കറിയത്തില്ലേ, എന്റെ സ്വപ്നമായിട്ട് അങ്ങനെ പേടിച്ചോടിന്ന് വരുന്ന ആളല്ലാന്ന്. പക്ഷെ ഓടി, അതെന്തിനായിരുന്നു? ചുമ്മാ ഏ അതാ പേടിച്ചൊന്നും വരത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഓടിയത് എന്തിനാ? ചുമ്മാ സത്യം. ഓ പണ്ടൊക്കെയാന്ന് എന്തുണ്ടേലും എന്നോട് പറയുമായിരുന്നു. കുഞ്ഞിപ്പെങ്ങളാണ്, ഭയങ്കര സ്നേഹമാണ്, എന്തുണ്ടേലും പറയും. ഇപ്പൊ എന്റെ അടുത്ത് ഒരു സ്നേഹം. എന്റെ പൊന്നെ ആപ്പാടെ മനുഷ്യരുടെ പ്രാന്തളത്തിൽ ഇരിക്കാണ് ഇതായിട്ട്. നീ അതിന്റെ ഇടയിൽ കൂടി നിന്റെ വിഷമം കൂടെ പറഞ്ഞ് എന്നെ കരയിപ്പിക്കല്ലേ. നീ ഒന്ന് മര്യാദക്കിരി. ആ പണ്ട് ഞാൻ പൊട്ടക്കിണറ്റ് വീണപ്പോ സ്വന്തം ജീവൻ പോലും നോക്കാണ്ട് പൊട്ടക്കിണറ്റിൽ എടുത്തു ചാടി എന്നെ രക്ഷിച്ച സ്വപ്നേട്ടനാ. പക്ഷെ ഇപ്പൊ ആ സ്നേഹം ഒന്നും എന്റെ അടുത്തില്ല. നീ പറഞ്ഞ് എന്നെയും കൂടെ കരയിപ്പിക്കാതെ. മോളെ ഇന്ന് സ്വപ്നമായിട്ടുണ്ടല്ലോ ഒരു വലിയൊരു കാര്യം ചെയ്തു. വേണ്ട, എനിക്ക് കേൾക്കണ്ട. കേക്ക് നിനക്കൊന്നും പറയാൻ വേണ്ട. നിന്റെ അടുത്ത് പറയാതല്ലേ വേറെ ആരടുത്ത് പറയാ? അതല്ലേ ഞാൻ ഓടിക്കയറി ഇവിടെ തന്നെ വന്നത്. എനിക്കൊന്നും കേൾക്കണ്ട. പക്ഷെ ഒരു കാര്യം, പക്ഷെ അളിയന്റെ അടുത്ത് പറയരുത്. അളിയന്റെ അടുത്ത് പറഞ്ഞ അളിയനെ ശരിയാക്കും. സത്യം ചെയ്യും. സത്യം സത്യം. അയ്യോ ഈ സത്യത്തെ ഞാൻ ചെയ്യില്ല. നല്ല അമർത്തി സത്യം ചെയ്യും. സത്യം പറ. അവരൊന്നും തിന്നാൻ കൊടുത്തില്ലേ? നീ അവരെന്തോ ഭക്ഷണം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു വിധം ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞു ഒപ്പിച്ച് നാവിന്റെ തുമ്പത്ത് വന്നു. അപ്പൊ തള്ളിക്കയറി വന്നാ നിങ്ങള്. എന്താണ് കാര്യം പറ. എന്താടാ? ഒന്നുമില്ലല്ലേ? ഒന്നുമില്ലെന്നേ. ആരെ വിളിച്ചു? ആരാ വിളിച്ചു? കോളിംഗ് ബെല്ലൊന്നും കേട്ടില്ലല്ലോ. കോളിംഗ് ബെല്ല് ആരെ വിളിച്ചു? ആരും വിളിച്ചില്ല. ആരാ വിളിച്ചെന്ന് പറ, കാര്യം പറ. എന്തോന്ന്? ആരാ വിളിച്ചത്? ഓ സമാധാനപ്പെട്. ഞാൻ പോയി നോക്കാം. പേടി. ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയരുത്. ഞാൻ ഇവിടെ ഇല്ല. ആര് വന്നാലും ഞാൻ ഇവിടെ ഇല്ല. അതാരായിരുന്നാലും നിന്നെ അന്വേഷിച്ച് വന്ന ആളെയില്ല. ഒന്നും വിളിച്ചിട്ട് കാര്യമില്ല. എന്റെ പൊന്നെ സ്വപ്നം പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയണം. എങ്കിലും എനിക്ക് ഇടപെടാൻ പറ്റും. ഇനി ഇവിടെ വന്നില്ലാന്നുണ്ടെങ്കിൽ അവർ നിന്റെ വീട്ടിൽ വരും. നിന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും, പോലീസ് കേസാവും. മര്യാദയ്ക്ക് കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. ഞാൻ ഇടപെടണമെന്നുണ്ടെങ്കിൽ കാര്യം പറ. പറയാം. പറ. ആരുമില്ലല്ലോ. ഈ സ്വപ്നയുടെ പിന്നെ ആര് വിളിച്ചെന്ന് പറഞ്ഞത്? ഞാൻ ആരെയും കണ്ടില്ല. ഇങ്ങനൊരു പേടിത്തോണ്ട എന്റെ അമ്മോ. ഇവിടെയൊന്നും ആരുമില്ല. എടാ ഇതിനാണ് നീ ഇത്രയും സമയം ഇങ്ങനെ ഉരുണ്ട് കളിച്ചത്? ഇത് പറയാ. എന്റെ അളിയ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ധീരമായ ഒരു കാര്യം ചെയ്തത്. നിങ്ങൾ ഇവിടെ വന്നിരുന്നാ? അവിടെ ആരും വന്നില്ല. സ്വപ്നമായിട്ട് തോന്നിയത്. അവന് തോന്നും. അവൻ തോന്നണ സമയമാണ്. അവൻ വലിയൊരു കാര്യം ചെയ്തിട്ട് തളർന്ന് ചാരി ഇരിക്കുകയാണ്. അവന്റെ മോഹൻ നാണ. എടി ഇന്ന് അവ ഏതോ പെൺകുച്ചനോട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ കല്യാണം കഴിച്ചോട്ടാന്ന് ചോദിച്ചെന്ന്. ഇതിനാണ് ഓടി അടിച്ചിട്ട് പറഞ്ഞു. മുടിയൊക്കെ ഉണ്ടാ? അവള് തിരിച്ചെന്തെന്ന് പറഞ്ഞ നല്ല കുടുംബക്കാരൊക്കെ തന്നെ. ഒരു ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ത്രാണി ഇല്ലാതെ ജാരിയിരിക്കുന്നത്. കാരണം നീ വെടിവെച്ചാണ് 5-6 ചോദ്യം ചോദിച്ചാൽ എങ്ങനെ ഉത്തരം പറയും? അവൻ്റെതാ കണ്ട ആ നെഞ്ചിടിപ്പ് കേട്ടാ അറിയാം. നെഞ്ചിടിപ്പ് വരെ മാറിയിട്ടില്ല. പറഞ്ഞോണ്ടോ കൂടെ പറയേണ്ട ത്രാണി എനിക്കില്ല. അളിയ പറഞ്ഞോളൂ. അളിയ നീ പെണ്ണുങ്ങളുടെ സ്വഭാവം. എടേ ഇവനൊരു പെണ്ണുമായിട്ട് ചെറിയ താല്പര്യം ഉണ്ടെന്ന്. അങ്ങനെ അവള് ജോലിക്ക് പോകുമ്പോ ബസ് സ്റ്റോപ്പിൽ രാവിലെ നോക്കിക്കൊണ്ടിരിക്കും. പോകുമ്പോ മാത്രമല്ല വരുമ്പോഴും നിൽക്കും. സംഭവം തുടങ്ങിയിട്ട് കുറച്ചു കാലം ആയി. കുറച്ചൊന്നുമല്ല, 6-7 മാസമായി. എന്താ കള്ളാ ഇപ്പോഴാണ് ചെന്ന് പറഞ്ഞത്? നേരത്തെ പറയണ്ടേ? വേണ്ട. ഇന്ന് തന്നെ പറയാൻ പറ്റാതെ എനിക്ക് ഒരേ ഈശ്വരൻ. ഇന്നാണ് അവളെ കണ്ടിട്ട് വർത്താനം പറയാൻ അവന് പറ്റിയത്. അങ്ങനെ അവൻ 2 കൽപ്പിച്ചൊക്കെ അവളുടെ മൊത്തമൊക്കെ പറഞ്ഞു. അവളെന്താ പറഞ്ഞു?
അവളൊന്നും പറഞ്ഞില്ല. എന്നെ ഇങ്ങനെ രൂക്ഷമായിട്ടൊരു നോട്ടം എന്നിട്ട് മുണ്ടാതെ പോയി. ഓ അതിപ്പോ എല്ലാ പെമ്പിള്ളേരും അങ്ങനെ തന്നെയാണ്. ആദ്യം ഇത്തിരി ചാടയും പുറകെ കാണിക്കും. ഇനി സ്വപ്നയായിട്ട് 2 ദിവസം അവളെ മുമ്പിൽ പോയി നിൽക്കരുത്. എന്നിട്ട് ദൂരെ മാറി നിന്ന് അവളെ നോക്കണം. സ്വപ്നേട്ടൻ്റെ അടുത്ത് അവൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ സ്വപ്നേട്ടൻ ചെല്ലാത്തതുകൊണ്ട് അവൾ ടെൻഷൻ അടിക്കും. സ്വപ്നേട്ടൻ എന്നും ചെന്ന് നിൽക്കുന്നിടത്ത് അവൾ നോക്കും. എന്നിട്ട് സങ്കടം വരും. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് എന്നും നിൽക്കുന്ന സ്ഥലത്ത് പോയി നിൽക്കണം. അപ്പം മനസ്സിലാവും അവൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ ജീവനോടെ കാണുമോ? അയ്യോ എന്താ അങ്ങനെ പറഞ്ഞേ? 6 മാസം ആ പെണ്ണിന്റെ പുറകെ നടത്തിട്ട് ആ പെണ്ണ് ആരാണ്, അതിന്റെ പേരെന്തോന്ന്, അതിന്റെ അപ്പനാര്, അമ്മയാര്, ഇതൊന്നും തിരക്കില്ല. ഇന്ന് ഈ കാര്യം പറഞ്ഞിട്ട് അവളിങ്ങനെ രൂക്ഷമായിട്ട് നോക്കിയിട്ട് പോയപ്പോഴാണ് ഏമായി അവളുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം അന്വേഷിച്ചത്. അറിഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോളിയാ. ഞെട്ടുമല്ലോ. ഈ ജംഗ്ഷനിൽ ലോറി വർഷാപ്പെടുത്തുന്നില്ലേ ഭാസ്കര ചേട്ടൻ, നിനക്കറിയാം? കണ്ടറിയായിരിക്കും. ഒരു വലിയ കുംഭം വിശകരോ ഭയങ്കര കുണ്ടാണെന്ന്. അതിന് കരണെന്തിന്? ഈ ഭാസ്കര ചേട്ടന്റെ ഇളയ മോളാണ് ഈ കൊച്ച്. ഓ അതിനിപ്പോ എന്ത്? ഈ ഭാസ്കര ചേട്ടൻ്റെ മോള് സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്ന ആ പ്രൈവറ്റ് ബസ്സിലെ കിളി ഒരു ദിവസം ഈ പെണ്ണിന്റെ അടുത്ത് എന്തോ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഇയാള് ആ വർഷാപ്പിന്റെ നടയിൽ നിന്ന് ആ പ്രൈവറ്റ് ബസ്സിന് കൈ കാണിച്ച് കയ്യിലുണ്ടായിരുന്ന ഈ നീളത്തിലുള്ള ലിവർ എടുത്ത് ആ കിളിയിലെ 2 മുട്ട് തല്ലി ഓടിച്ചു. ആ അളിയാ സത്യം ഞാൻ പറയാം, എന്റെ കാല് മുട്ടുപോലും തല്ലി ഓടിക്കുകയാണെങ്കിൽ പ്ലാസ്റ്റർ ഇട്ട് ഞാൻ ഇവിടെ വന്ന് കിടക്കും. അതിനിപ്പോ എന്താ? കല്യാണം കഴിച്ചോണ്ടെന്നു ചോദിച്ചില്ല, വേറെ അനാവശ്യം പറഞ്ഞില്ലല്ലോ. എടുക്കേ ഇത് അവള് തന്നെ. അവളാണ് സ്വപ്നേട്ടനെ എങ്ങനെ അറിയാം? അവളല്ലാതെ ആര് വിളിക്കാൻ? എനിക്ക് അറിഞ്ഞോലും കൂടാ എടുപ്പ് കട്ടാമോന്ന് കുത്ത്. ഹലോ ഹലോ. ചേട്ടൻ രാവിലെ എന്നോട് പറഞ്ഞില്ലേ, ഞാൻ കൊറേ ആലോചിച്ചു കേട്ടോ. ചേട്ടാ, ചേട്ടനെ വീട്ടിൽ വന്നിട്ട് വീട്ടുകാരോടൊന്ന് സംസാരിച്ച് വീട്ടുകാർക്ക് ഇഷ്ടാണെങ്കിൽ എനിക്കും ഇഷ്ടാ. അയ്യോ നിനക്കൊന്നും തോന്നല്ലേ? പിന്നെ കൊച്ചിനെ മുതൽ ഇങ്ങനെ തന്നെ എന്തെങ്കിലും സന്തോഷമുള്ള കാര്യം കേട്ട് അപ്പ അങ്ങ് വീഴും. കൊച്ചു വെള്ളം എടുത്ത് മുഖത്ത് ഒഴിച്ചു കൊടുക്കും. ഇഷ്ടപ്പെട്ട പെണ്ണ് കല്യാണത്തിന് സമ്മതിച്ചു എന്ന് പറഞ്ഞപ്പോ തന്നെ ബോധം കെട്ടി വീണ്. അപ്പൊ കല്യാണം കഴിഞ്ഞാല് കല്യാണം കഴിഞ്ഞാൽ കുഴപ്പമില്ലേ?